ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഒരു 5 മിനിറ്റോളം ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. റോക്കിക്ക് വെള്ളം എല്ലാം കൊടുത്ത് ഇനി ഞങ്ങൾ ഇവിടുന്ന് അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ബട്ടൻഡേയിലേക്ക്. എൻ്റെ യൂട്യൂബ് ചാനലായ നിഷാസ് മാജിക് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും കുറച്ച് സ്ഥലത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു 5-6 വീടുകളും സ്ഥലങ്ങളും ഒക്കെ ഇപ്പം ദൂരോട്ടല്ലേ കാണുന്നുള്ളൂ. കുറച്ച് അങ്ങോട്ട് ദൂരോട്ട് കാണുന്നുണ്ട്. തീരത്ത് വീടുകളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ കുറച്ച് ദൂരെ വീടുകളൊക്കെ രാവിലെ മുതൽ വന്നതില് 2-3 അടുത്താണ് ഇത്തിരി എങ്കിലും ചെറുതായിട്ടുള്ള ഒരു സിറ്റി പോലെ തോന്നുന്ന സ്ഥലം കണ്ടത്. അല്ലാതെ മൊത്തം ഹൈവേ പിന്നെ കൃഷിപ്പാടങ്ങളും കംപ്ലീറ്റ്. കൊറേ ഇതുണ്ടായിരുന്നു, നെല്ലിന്റെയും പിന്നെ ഇതിന്റെ ചോളവും അല്ലേ. ഞങ്ങളിപ്പോ അവിടെ നിന്ന് തിരിച്ചിട്ട് ഏകദേശം 10 മണിക്കൂർ കഴിഞ്ഞു. 537 കിലോമീറ്റർ വന്നുള്ളൂ. 50 കിലോമീറ്റർ സ്പീഡിലാണ് മണിക്കൂറിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ കുറേയിടത്തൊക്കെ ഇറങ്ങി ഫുഡ് കഴിച്ചു, റോക്കിയെ ഇറക്കി നടത്തിച്ചു, വെള്ളം കുടിപ്പിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്ത് കുറേ സമയം എടുത്തു. പക്ഷെ വേറൊരു കാര്യം, ഇനിയിപ്പോ നമ്മുടെ മൊബൈലൊക്കെ ഇതാവാൻ പോവും, ചാർജ് തീരാൻ പോവും. വണ്ടി നിന്ന് മൊബൈലിലേക്ക് ചാർജ് കയറാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്, ചാർജ് ആവുന്നില്ല. അതിനെന്ത് ചെയ്യും ചേട്ടാ? അതിന് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ടി വരും. പോകുന്ന വഴിക്ക് നമുക്ക് നടക്കത്തില്ലല്ലോ. എങ്ങനെ നടക്കുന്ന ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഒരു ഓഫായ പണിയാവൂല്ലേ നമുക്ക്. ഒരു പവർ ബാങ്ക് മേടിക്കേണ്ടി വരും. പവർ ബാങ്ക് അത് വലിയൊരു ഒന്നും ഉണ്ടായിരുന്നു, അത് എവിടെയാണെന്ന് അറിയത്തില്ല. അത് കയറിപ്പോയിക്കാണ് നമ്മൾ ലോഡ് വിട്ടതിന്റെ കൂടെ അതിനകത്ത് എവിടെയോ പോയിട്ടുണ്ട്. ഞാനത് ചാർജ് ചെയ്തപ്പോഴത്തെ ചാർജ് കേറുന്നുണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു. എവിടെയാണെന്ന് അറിയില്ലല്ലോ. പോയി. പക്ഷെ അത് അത്യാവശ്യം അത് വാങ്ങിക്കേണ്ടതായിരുന്നു, നമുക്ക് ഓർത്തില്ലല്ലോ കേട്ടോ ആ കാര്യം. ഞാൻ വിചാരിച്ചു ചേട്ടാ ഇപ്പം വണ്ടി ഇത് കൊടുത്തപ്പോൾ സർവീസ് കൊടുത്തപ്പോൾ ഇതെല്ലാം പറഞ്ഞു കാണും. ഇത് നേരത്തെ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലേ. പക്ഷെ ഇടയ്ക്ക് ചാർജ് ആവുന്നുണ്ടായിരുന്നു. എന്റെ മൊബൈൽ കുത്തുമ്പോൾ ചാർജ് ആവുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതും ആവുന്നില്ല. അതിന് ചേട്ടായിയുടെ മൊബൈൽ വേറൊരു കാര്യം, അതിനകത്ത് റേഞ്ച് ഇല്ലല്ലോ. BSNLന്റെ നെറ്റ്വർക്ക് പല സ്ഥലങ്ങളിലും കുറവാണ്. ഇങ്ങോട്ട് വന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും BSNLന്റെ നെറ്റ്വർക്ക് ഇല്ല. ബാക്കി ജിയോ. അതുകൊണ്ടാ വണ്ടിക്കകത്ത് നോക്കിയേ. അയ്യടാ, അത് പോയി. അത് സുഖമായിട്ട് പോകുന്നു. ഇതിനെ കൂടെ കയറ്റി വിട്ടാലോ? നോക്കടാ റോക്കി, കണ്ടുപിടിക്കടാ നീ. ഒരു പൂച്ചപ്പട്ടി. അത് കെട്ടിട്ട് സുഖമായിട്ട് ഇരിപ്പുണ്ട്. അതും കിടക്കണില്ല, അത് നിൽക്കുന്നു. അതിന്റെ പുറത്തൊക്കെ ചാടി കയറുന്നു. നിനക്ക് എന്തോ ബഹളം? അത് കിതയ്ക്കുന്നില്ല, ഒന്നുമില്ലല്ലോ. അത് കിതയ്ക്കുന്നൊക്കെ ഉണ്ട്. ഇല്ല, കാണാമോ? സൂം ചെയ്ത് നോക്കിയാ കാണാമോ? പക്ഷെ അവനെ കാണാം, പക്ഷെ അതങ്ങനെ കിതയ്ക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. ആണോ? പക്ഷെ അതും കിടക്കുന്നില്ല. കാരണം ഈ വണ്ടി മൂവ് ആവുമ്പോ റോഡിന്റെ ഒരു സൗണ്ട് ഇല്ലേ വണ്ടിക്കകത്ത്, അത് കാരണമാണ്. അതിന്റെ പുറത്ത് അത് കിടക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമം നടത്തുന്നു, പക്ഷെ അതിനും കിടക്കാൻ പറ്റുന്നില്ല. അത് ചൂടല്ലേ പിടിച്ചിരിക്കുന്ന ഒരു കുട്ട പോലെ എന്തോ ഉണ്ടായിരുന്നു. അത് കണ്ടുകൂടെ പോയി. തുണിയൊക്കെ എന്തൊക്കെ വാരി വെച്ചേക്ക. ഇനി മാർക്കറ്റ് പ്ലേസ് സിറ്റി എന്താ വരാൻ പോകുന്നത് കേട്ടോ. പക്ഷെ അത് ദൂരെ ആയിരിക്കും ചേട്ടാ, ഈ ദൂരെയുള്ള സ്ഥലത്തായിരിക്കും. കാര്യം എന്നറിയോ, ഇതിന്റെ സൈഡിൽ കൂടെ നമ്മൾ ടച്ച് ചെയ്യാതെ പോയല്ലേ, ഇവിടെ നിന്ന് ഇറങ്ങാനൊന്നും പറ്റില്ല. ഇത് നമ്മൾ കുറെ സ്ഥലത്ത് ഇങ്ങനെ ദൂരെ കൂടെ കണ്ടു. ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് ഉണ്ട്, അതുവഴിയായിരിക്കും പോയാ അങ്ങോട്ട് പോകായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. നൈറ്റ് ഹാൾട്ട് ബീഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോ 700 സംതിങ് ആണ്. ഇനി ഒരു 200 കിലോമീറ്റർ കൂടെ ഓടേണ്ടി വരും. 200 നമുക്ക് ഇനി ഒരു 4 മണിക്കൂർ ഓട്ടം. ഇപ്പൊ പോകുന്ന സ്പീഡിലാണെങ്കിൽ 4 മണിക്കൂർ. അപ്പൊ ഇപ്പൊ ടൈം ഇപ്പൊ 4:15 ആയില്ലേ? അതെ അതെ. അപ്പൊ 9 മണിയാവും. 9 മണിക്കും പറ്റും. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊരു അതിന്റെ അടുപ്പിച്ചാറാകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും റൂം വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ അടിച്ചു നോക്കണം. അതിന് ഇവനെ കൂടെ നിർത്താൻ പറ്റുന്ന സ്ഥലം. മൊബൈൽ ചാർജ് ഇല്ലാത്തത് അതൊരു ബുദ്ധിമുട്ടാണ്. ശാലിന്റെ മൊബൈൽ ചാർജ് കയറുന്നുണ്ടോ?
54 ആ പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ. എന്റേത് ഏകദേശം തീരാറായി. അത് ഏത് പോയിന്റിൽ നിന്ന് ചാർജ് ചെയ്യുന്ന? ബാക്കില് അത് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. കട്ടായി ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ട് അവളെ. കുറച്ചു മുമ്പ് മുറിവുന്നാണ്. എന്നാടാ ഇപ്പൊ നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വർഷങ്ങളായി യാത്ര നടക്കുന്ന പോലെ ഉണ്ട് ചേട്ടാ. കാരണം ഇന്ന് വണ്ടിക്ക് അത്രയും സാധനങ്ങളൊക്കെ കൂടുതലല്ലേ. അതല്ല, ഇന്നലെ തൊട്ടേ അങ്ങ് പിന്നെ വൈകുന്നേരം കിടന്നപ്പോഴും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഉള്ള കാര്യം പറയാലോ. ഇന്നലെ രാത്രി എത്ര മണിക്ക് കിടന്ന? ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങാത്തതിന് കാരണമുണ്ട്. 11 വരെ ഗസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഉറക്കവും വന്നില്ല. പിന്നെ അവര് പോയി. എന്നിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു 12 മണിയോളം ആയെന്ന് തോന്നുന്നു കിടന്നപ്പോഴേ. പിന്നെ രാവിലെ ചേട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ആ പൈപ്പ് തുറന്നു വിട്ടുണ്ടല്ലോ, ഒന്ന് അപ്പൊ കണ്ണടച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പേടിച്ചു പോയി. ഞാൻ 3:30 ആയപ്പോ എഴുന്നേറ്റു. ആ സമയത്ത് ഞാൻ പിന്നെ ഉടനെ എഴുന്നേറ്റില്ലേ. പിന്നെ എഴുന്നേറ്റ് ഉടനെ ഞാൻ എഴുന്നേറ്റില്ലേ. അതേ സമയം എടുത്തില്ലല്ലോ. അത് കഴിഞ്ഞ പിന്നെ ശാലുമോളെ വിളിച്ചുണർത്തി. പക്ഷെ ഈ സാധനങ്ങളൊന്നും എടുത്ത് വണ്ടിക്കകത്ത് വെക്കാത്തത് കൊണ്ടാണ് ഉറക്കം വരുമ്പോ ഒരു ബുദ്ധിമുട്ടായിരുന്നത്. ഫുഡും കഴിച്ച് വന്നപ്പോ കുറച്ച് ലേറ്റ് ആയില്ലേ. അത് കഴിഞ്ഞപ്പോ പിന്നെ ഗസ്റ്റ് വന്നു. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ അവരെല്ലാം പോയി. പിന്നെ വീണ്ടും നിങ്ങളുടെ എന്തോ സാധനങ്ങളൊക്കെ കൂടെ വാരി. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്ക് ദേഷ്യം വരുന്നുണ്ട്. വീണ്ടും നോക്കുമ്പോ അവിടെ ആയിട്ട് വീണ്ടും സാധനങ്ങൾ കിടക്കുന്നു. ശരിക്കും പറഞ്ഞേട്ടാ, എനിക്ക് തോന്നുന്നു ആ ബോക്സ് ഒക്കെ മാറ്റി നേരെ ചൊവ്വേ അടുക്കുവാണെങ്കിൽ എല്ലാ സാധനവും അതിനകത്ത് വരും. നേരെ അടിക്കുന്ന രാത്രി ഇറങ്ങുമല്ലോ. നേരെ ചൊവ്വേ എനിക്ക് തോന്നുന്നു അടുക്കും. നമ്മൾ ഈ വെപ്രാളത്തിലെല്ലാം കൂടെ വാരി ഇട്ടതാണോ ഇങ്ങനെ പറ്റിയെന്ന് അറിയില്ല. നമുക്ക് മാക്സിമം അടുക്കി കഴിയുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മാറും. പക്ഷെ എന്നാലും ഇതൊന്നും മാറ്റാൻ പറ്റില്ല. ഫുഡൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ ഈ ചൂടത്ത് ഫുഡ് പുറത്തിരുന്ന ചീത്തായി പോവും. നാളത്തേക്ക് കഴിക്കാൻ പറ്റുമോ ഇത്? പിന്നെ കേടാവില്ല. ഇല്ല, ഒന്നും ചെയ്യത്തില്ല. മോര് ഭയങ്കര പുളിപ്പായി പോയി. പുളിയുണ്ടോ? അത് ഉപ്പില്ലാത്തോണ്ടോ? ഉപ്പുണ്ട്, അതിനകത്ത് ഉപ്പിരിപ്പുണ്ട്. ഉപ്പ് കുറച്ചാ ഇട്ടിരിക്കുന്നത് ഞാൻ. നല്ല പുളിയുണ്ടോ? ചോറിനും ചെറിയ പുളിയുണ്ട്. അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇതല്ലേ ലെമൺ റൈസ് അല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാ, ഉപ്പ് കുറച്ചാ ഞാൻ ഇട്ടിരുന്നത്. അതായിരിക്കും കാര്യം. പിന്നെ ചിക്കനും കൂടുതൽ ഡ്രൈ ആയി പോയി. അല്ലെങ്കിൽ കേടാവത്തില്ലേ? വല്ല ഉള്ളിയോ പിന്നെ കൂടുതൽ മസാല ഇട്ടാ അത് പിന്നെ ഇതായി പോവും. ഒന്നും ഇട്ടില്ലേ. എന്നാ പിന്നെ ഇരിക്കുവോ വിനോട്ടായി? ഞാൻ നാളത്തെയും കൂടി ഇരിക്കാൻ കണക്കാക്കിയല്ലേ ചെയ്തത്. അതുകൊണ്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ. പട്ടിണിയാ. ഞാൻ തന്നത് കഴിച്ചിട്ട് വീണ്ടും എടുത്തിട്ടാണ് ഈ പറയുന്നത്. ശാലുമോളൊന്നും കഴിച്ചിട്ടില്ല. എന്നിട്ടാണ് എത്ര ദിവസം കൊണ്ട് തീറ്റിയാ ഇത്? തീറ്റി മാത്രമല്ലേ ഉള്ളൂ. ഞാൻ അവിടെ ഔട്ടായതിനു ശേഷം ദിവസം തീറ്റിയല്ലേ ഓരോയിടത്തുനിന്ന്. പിന്നെ അതുപോലെ തന്നെ ശാലു ഒന്നും കഴിച്ചിട്ടില്ല. ശാലിന് നല്ല ക്ഷീണമുണ്ട്. ശാലിന് ഇനി അടുത്ത് ഞാൻ പറയണ എവിടെയെങ്കിലും നിർത്താൻ പറ്റുവാണെങ്കിൽ രണ്ടുപേർക്കും, ശാലുവിനും റോക്കിക്കും കരിക്ക് വെള്ളം മേടിച്ചു കൊടുക്കണം. ചായ വേണോ? അവക്ക് തണുത്ത ഇവിടെ എവിടെയോ ഉണ്ട്. ഇവിടെ ഉണ്ട്. വാഷ്റൂമിൽ പോണോ? എനിക്ക് അടുത്ത് എവിടെയെങ്കിലും നിർത്താൻ. എവിടെയുണ്ട്? പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മേടിക്കാം. ഞാൻ പോയി മേടിച്ചിട്ട് വരട്ടെ. ഞാൻ പോയി മേടിച്ചിട്ട് വരാം. ഇവിടെ ഉണ്ട് ഒരു ഹോട്ടൽ. ഇവിടെ സ്ഥലത്ത് കാണുമെന്ന് തോന്നുന്നു. വെള്ളമാണോ ഇനി മറ്റേ വല്ലതും ഉണ്ടോ നോക്കട്ടെ. നിങ്ങൾ ഒതുക്കരുത്. അപ്പുറത്ത് വാഷ്റൂമിൽ പോകാം. നോക്കാം. ഇവിടെ ഇച്ചിരി കടകളുള്ളത് പോലെ തോന്നുന്നു. നോക്കട്ടെ. ചോക്ലേറ്റ് വേണോ ചേട്ടാ? എനിക്കൊന്നും വേണ്ട. ഞാനേ എന്ത് ചെയ്ത് ഞാൻ അവിടെ വെള്ളം മേടിക്കാൻ പോയല്ലോ. ഞാൻ പോയത് പറഞ്ഞപ്പോ ചേട്ടൻ സമ്മതിച്ചു. ചേട്ടൻ പോകുന്നില്ല. സൂപ്പർ ആയിരുന്നു. ഒന്ന് രണ്ട് കടകളിൽ നോക്കി. അവിടെ ഒന്നും ഇതില്ലായിരുന്നു. അവിടെ വെള്ളത്തിന്റെ കുപ്പിയേ ഉള്ളൂ. സോഫ്റ്റ് ഡ്രിങ്ക് ഒന്നും ഇല്ല. സോഫ്റ്റ് ഡ്രിങ്ക് വേണമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ നോക്കിയപ്പോ അവിടെ ഒരു കള്ള് ഷോപ്പ്. ഞാൻ അവിടെ കയറി ചോദിച്ചു. അവിടെ അതായത് ഇത് വെച്ചേക്കുന്നുണ്ട്, ഫ്രീസർ വെച്ചേക്കുന്നുണ്ട്. ഞാൻ അവിടെ ചോദിച്ചു ഇതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടോന്ന്. അപ്പൊ ഞാൻ എല്ലാ തരം ഡ്രിങ്കും ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ. അപ്പൊ ഞാൻ ഒരു സ്പ്രൈറ്റ് ചോദിച്ചു. അങ്ങനെ ഒരു സ്പ്രൈറ്റും മേടിച്ച് മറ്റേ പേരെങ്ങനെ സ്റ്റിങ്ങാ, ഒരു സ്റ്റിങ്ങും മേടിച്ചു. വേറെ ഒന്നും തരാതെ നന്നായി. ഞാൻ ചോദിച്ചു സ്റ്റിങ് ചോദിച്ചിട്ട് ബിയറായിട്ട് ആണോന്ന് ചോദിച്ചു. പറഞ്ഞല്ല ഇത് കോൾഡ് ഡ്രിങ്ക് എനർജി ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞു. നീ പോയിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. ഞാൻ മേടിക്കുമായിരുന്നു. ഒരു ബിയർ മേടിച്ചോണ്ട് വന്നേനെ. ഞാൻ ചോദിക്കുമായിരുന്നു.
ചോദിക്കാതെ ഒന്നും വാങ്ങിക്കത്തൊന്നുമില്ല. അത് ക്യൂ ഉണ്ടാ? എല്ലാം നമ്മുടെ ഇല്ല, അവിടുത്തെ ഇല്ല, മറ്റേ സാധാരണ മറ്റേ ഇത് കടകളോടെ. നമ്മുടെ അവിടുത്തെ നാട്ടിലെ മുറുക്കാnkടയില്ലേ പണ്ട് മുറുക്കാൻ കടകളൊക്കെ വരി വരിയായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെയല്ലേ ഇവിടെയൊക്കെ കള്ള് കടകൾ വരുന്നത്. അടിപൊളി. എന്തായാലും ഞാൻ പോവാതെ നന്നായി. അത് കള്ളുകടയിൽ കയറി എന്നുള്ള ഇതും കൂടെ പേരുദോഷം കൂടെ കേട്ട് വന്നേനെങ്കിൽ. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ പമ്പിൽ വന്ന് ഒന്ന് വാഷ്റൂമിൽ പോവാന്ന് വിചാരിച്ചു പോയി. അതിന്റെ അകത്ത് കിടക്കുന്ന ഒരിടത്തും വൃത്തിയില്ല. വൃത്തി എന്ന് പറയുന്ന സംഭവം ആ മണം ഇപ്പോഴും പോയിട്ടില്ല, മൂക്കിന്ന് പോകുന്നില്ല. എന്തൊരു സ്മെല്ലായിരുന്നു അകത്ത്. പക്ഷെ ഇതിനേക്കാളും വൃത്തി ചിലപ്പം ടോൾ പ്ലാസയുടെ അവിടെ കാണും. പക്ഷെ ഇങ്ങോട്ട് വരുന്ന ടോൾ പ്ലാസയിൽ ഒന്നും ഇതില്ലല്ലോ. ഒരിടത്തുമില്ല. ഇങ്ങോട്ട് വന്നിടത്ത് ഒരിടത്ത് ടോൾ പ്ലാസയില് അല്ല ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നമ്മളിപ്പം വന്നില്ലേ, ഇപ്പം അവിടെ ഞാൻ ഇപ്പുറത്ത് കണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ എഴുതി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് കുറച്ച് ഇപ്പുറത്തായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ അതുപോലെ തന്നെ ഒരിടത്ത് കണ്ടായിരുന്നു, പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല, കാട് പിടിച്ച് കിടക്കുന്നു. ഇതല്ല, കറക്റ്റ് ഇതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ഒരിടത്ത് കണ്ടതിൽ അതുപോലെ കാട് പിടിച്ച് കിടക്കുന്നു. കുഴപ്പമില്ലായിരുന്നു. എന്റെ തൊണ്ട അടഞ്ഞെന്ന് തോന്നുന്നു. തണുപ്പ് കൊടുത്ത് കുടിച്ചത് അതിന് മുമ്പേ അടഞ്ഞിരിക്കുന്നു. അതിനാ ഫാന് കൂട്ടിയിട്ടാണോ? ശാലി ബാക്കിൽ ചൂടുണ്ടോടി? ആണോ? നോർമലാ സ്പീഡ്. ഇപ്പൊ ഓട്ടോയിലായിട്ടേക്കുന്നത് കുഴപ്പമില്ല. ഞാൻ നേരത്തെ ഉച്ചക്ക് സ്പീഡ് നല്ല കാറ്റിട്ടു. ഞാനിവിടെ അടച്ചു വെച്ചിരുന്നു. ചേട്ടൻ അതില് പറ്റിയതാ. ജിയോടെ പെട്രോൾ പമ്പുകൾ ഇഷ്ടം പോലെ കാണാം. നല്ല രസമല്ലേ അത് കാണാൻ, പച്ച പച്ചായിട്ട്. ജിയോ കാസ്ട്രോ ജിയോ. ശാലു റോക്കിയൊക്കെ. റോക്കി എന്ത് ചെയ്യുന്നു? റോക്കിയേ സുഖമാണോടേ? നീ ഹാപ്പി ആണോ? അവിടെ റോക്കി ഇറക്കിയായിരുന്നല്ലോ, അപ്പോഴേക്കും ഒരു വേറൊരു നായ ഉണ്ടല്ലോ, അത് അതുവഴി കിടന്ന് കറങ്ങുന്നുണ്ട്. ഇവന്റെ അടുത്ത് വരണോ? അല്ലല്ല, ഇവനെ വഴിതെറ്റിക്കാൻ നോക്കിയതാ. അത് പെണ്ണായിരുന്നില്ലേ? എന്താ ഞാൻ നോക്കിയില്ല. പറ്റിയാ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ വിളിച്ചടുത്ത്. അപ്പൊ അത് ഉടനെ വന്ന് എന്റെ ദേഹത്ത് നിന്ന് കാലിലൊക്കെ നക്കലും മണപ്പിലും. ഇവന്റെ മണം. ഞാൻ വിചാരിച്ചു പേരനെ കടിച്ച് കീറി എന്നാന്ന്. പക്ഷെ തൊട്ടില്ല, അത് പോയി. പിന്നെ വന്ന് നമ്മുടെ വണ്ടിയിൽ വന്ന് മൂത്രം ഒഴിച്ചിട്ട് പോയി. പ്രതിഷേധം. ഇതാണല്ലോ, റിവർ ആണല്ലോ. അതായത് കർണാടക ഇതിനപ്പുറം, പാലത്തിനപ്പുറം. അപ്പൊ കർണാടക മഹാരാഷ്ട്ര ബോർഡർ ആണെന്ന് തോന്നുന്നു ഇത്. ആണോ? എഴുതിയിട്ടുണ്ട് വെൽക്കം ടു. അപ്പൊ വെൽക്കം ടു മഹാരാഷ്ട്രയിൽ നമ്മൾ എൻട്രി ചെയ്തു. അപ്പോ കർണാടക കഴിഞ്ഞു. കർണാടക കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ കയറി. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഇതുവരെ 604 കിലോമീറ്റർ. 604 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് കർണാടക വിട്ടു. കർണാടകയിൽ കൂടി നമ്മൾ 600 കിലോമീറ്റർ ഓടി. ഹിന്ദി കണ്ടു. ശാലി ഹിന്ദി കണ്ടതിന് സന്തോഷം. ഇനി ബോർഡിൽ ഹിന്ദിയും ഇംഗ്ലീഷും. അതിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. എന്തോ ഒരു ഫുള്ള് ഹിന്ദി ഏരിയയിൽ കയറി. അപ്പൊ ഇനി ഇല്ല, ഇനി കുറച്ചുപേരും പറയും. അല്ല, ഇവിടെ മറാഠി അല്ലേ? മറ്റേ അവര് ഹിന്ദി സംസാരിക്കുമല്ലോ. മറാഠി. ഹൈവേ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുന്നു. അതിന് മാത്രം കിടന്നു. കണ്ണെത്താ ദൂരത്ത്. എത്ര സ്പീഡിലാ പോകുന്നേ? 100 അല്ല? ഇല്ല, പിന്നെ 90 ഉള്ളൂ. 87 90 ഉണ്ടോ? അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല, റോഡിൽ കുഴികളുണ്ട്. ശരി. അല്ല, ഇതിന്റെ ഇടയ്ക്ക് ശാലു പറഞ്ഞായിരുന്നു കൊറേ നല്ല പൊട്ട റോഡുണ്ടായിരുന്നു. നല്ല സ്പീഡിൽ വന്നിട്ട് ആ എല്ലാ കുഴിയിലും കൊണ്ടുവന്നിട്ട് പടപടാറ്റ് ഇങ്ങനെ നമ്മള് നല്ല തലയും അതുകൊണ്ട് ഇങ്ങനെ അടിക്കുന്നത് പോലെയായിരുന്നു. അത് തുണികളെല്ലാം കെട്ടിട്ടിങ്ങനെ. റോക്കി എന്താ തലയിട്ടൊക്കെ നോക്കുന്നേ? ഇതിന്റെ ഇടയിൽ കൂടെ ഇട്ട് നോക്കുന്നു. അവനൊന്ന് പുറത്ത് ശകലം ഡോർ തുറന്നു കൊടുത്തു നോക്കി. അവൻ ഞാൻ പുറത്ത് തലയിട്ടോട്ടെ, അവനൊന്ന് പുറത്തെ കാഴ്ച കണ്ടോട്ടെ. ഓ എന്തൊരു സന്തോഷം. അയ്യോ, അവന് ശുദ്ധമായി കിട്ടി ഇപ്പൊ. അതെ, അവന്റെ ക്യാമറയിൽ കാണാനല്ല, അവന്റെ ശകലം ഭാഗമേ കാണുള്ളൂ. ഞാൻ ഇതെല്ലാം എടുത്തിരിക്കുന്നത്. അത് കാണണമെങ്കിൽ 1 മിനിറ്റ്.
ദേ അവൻ കാറ്റ് കൊള്ളുന്നു. എന്തോ പറയുന്നവര് ബൈക്കിൽ പോയ ആളെന്തോ പറഞ്ഞു. അല്ലല്ലല്ല പറഞ്ഞു. അവര് കാറിന്റെ ഇതിലാ പറഞ്ഞു, നമുക്ക് മനസ്സിലായില്ല. ഓക്കെ കാര്യം പറഞ്ഞത് അവരുടെ അടുത്ത്. എവിടെ റോഡ് ഇതാവേണേ. രണ്ടുപേരും കൂടെ അമ്മോ ഇത് നല്ല ഇത് നീളം ഇല്ല എന്നുള്ള വിശ്വാസമാണ് എനിക്കും. കണ്ടുപിടി, എനിക്ക് അവന്റെ തലയെ കാണാവുള്ളൂ. ദൂരമാണ് മൈതാനം പോലെ. അത് അല്ല, അവിടെ ടോൾ പ്ലാസ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ മറ്റേത്തോടെ കാറ്റടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എന്തോ പ്രശ്നം എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഏതേലും കാർ എവിടെ പോകും? ഇങ്ങറ്റം പോകും, ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ്. ആ അവിടെ കുറച്ച് ദൂരം അവിടെ എന്തോ ഇത് നടന്നതാ. നമ്മൾ ശരിക്കും ഇതെന്തിനാ ഇപ്പൊ ഇവർക്ക് മാത്രം ഇത് വാങ്ങിച്ചേ, ടോൾ മേടിച്ചേ? എന്തോ ഞാൻ വിചാരിച്ചു ഇതിപ്പം അയ്യോ ചാടിപ്പോയി അത്. ഏത്? അല്ലല്ല, അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അവിടെ ഒന്ന് ഇത് ചെയ്തിരിക്കുന്ന. ആദ്യമായിട്ട് മഹാരാഷ്ട്രയിൽ കയറിയിട്ട് ടോള് കൊടുക്കാതെ ഇറക്കി അറിഞ്ഞു പോന്നു. ആ ശരിയാ, അത് വലിയ വണ്ടി പാസ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിട്ട് അവിടെ മറ്റേ പൊക്കം കണ്ടോ? ആ ബെസ്റ്റ്, അവള് കണ്ടിട്ടാണ് മിണ്ടായിരുന്നെ. സോലാപൂർ അല്ല, ഈ താഴോട്ടുള്ള റോഡ്. താഴോട്ട് നമുക്ക് റൗണ്ട് കറങ്ങി പോണം. സോലാപൂർ ഇങ്ങോട്ട് കറങ്ങി പോകുന്നുണ്ട്. സിറ്റി പോണ്ട, സിറ്റി പോകുന്ന റോഡാണ് കാണിച്ചത്. അപ്പൊ ആദ്യം പറഞ്ഞത് സോലാപൂർ സ്റ്റേ ചെയ്യാന്നാ പറഞ്ഞേട്ടോ. വെച്ചാല് അത് കുറച്ചേരം ഇങ്ങനെ ഇരിക്കുമ്പോ അവന് ഭയങ്കര സന്തോഷമാണ്. ഈ പുറത്തിങ്ങനെ ഇതാക്കി പുകയുടെ ഇതുണ്ടോ? ഉണ്ടല്ലേ? ആണോ? ഉണ്ട്, എന്തോ ഒരു മണം വരുന്നുണ്ട്. അത് ആ ക്ലാസ് അവിടെ എന്തോ കത്തിക്കുന്ന. ഇനി എത്ര കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ പറ്റും? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഇതിനേട്ടാ. വീടെന്ന് പറയുന്ന സ്ഥലത്തല്ലേ നമ്മള് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ എത്ര കിലോമീറ്റർ കൂടെ ഇനിയുണ്ട്? 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും. അപ്പോ ഒരു 100-150 കിലോമീറ്റർ ഇനി പോകണമായിരിക്കും. 150ഓ? അതായത് ഒരു 2 മണിക്കൂർ. 2 മണിക്കൂർ 8 മണിക്കകത്ത് എവിടെയും നിർത്തണേ അവനേട്ടാ. ഇനി അതിൽ കൂടുതൽ വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാലേ ഇന്നെങ്കിലും ഇച്ചിരി ഒന്ന് ഉറങ്ങണം, ഉറക്കം വരുന്നുണ്ട് നല്ല. പക്ഷെ നാളെ ഇതുപോലെ വെളുപ്പിന് എഴുപ്പില്ല കേട്ടോ. 8 നമ്മൾ കിടക്കുമ്പോ താമസിക്കും. പോയിട്ട് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യണം, സാധനം എല്ലാം പറക്കി അടുക്കണം, എല്ലാം ഇത് വരുമ്പോ താമസിക്കും. 10 മണി കഴിയും കിടക്കാൻ. കാരണം ഇവനെ കുളിപ്പിക്കണം. ചേട്ടാ അതല്ല ചേട്ടാ, നാളെ രാവിലെ വെളുപ്പിന് ഇതുപോലെ കഴിക്കണോ? അവന്റെ തല അകത്തോ പുറത്തോ? തല അവന്റെ തല അകത്തകത്ത്. ഏട്ടാ ചേട്ടാ നാളെ ഇതുപോലെ വെളുപ്പിന് കഴിക്കണോ? നാളെ വെളുപ്പിനെ വേണ്ട, ഉറങ്ങി എഴുന്നേറ്റിട്ട് പോയാ പോരെ. പിന്നെ 6 മണിക്ക് പോണമെങ്കിൽ 5 മണിക്ക് നമ്മൾ കഴിക്കണം. നിന്റെ പപ്പയ്ക്ക് 1 മണിക്കൂറിൽ ഇല്ലല്ലോ. ഓക്കെ ഇത് നേരെ പോ. 1 മണിക്കൂറിൽ കൂടുതൽ വേണം ചേട്ടായിക്ക്. ചേട്ടാ ഇറങ്ങുമ്പോ 1 മണിക്കൂറിൽ കൂടുതലാവും. ഉണ്ട്, വെളിയിലുണ്ട്. രാവിലെ ഇറങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ ഇത്രയും തിരക്ക് പിടിച്ചൊരു സ്ഥലം ഇപ്പോഴാ കാണുന്നത്. ഷോലാപൂർ ടൗൺ എത്തിയെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട്. ഇത് 6 പാതയാണല്ലോ. ഇത് 6 പാതയാണ്, പക്ഷേ മോട്ടോർ സൈക്കിൾ അലൗഡ് ആണല്ലോ ഇതുവഴി. 6 പാതയിൽ മോട്ടോർ സൈക്കിൾ അലൗഡ് അല്ല. ഇത് അല്ലല്ല,
എക്സ്പ്രസ് വേയിൽ അലൗഡ് അല്ല. ഇത് എനിക്ക് തോന്നുന്നത് സിറ്റി ആയതുകൊണ്ട് ആ. ഇവിടെ അലൗഡ് ചെയ്തേക്കുന്നതാണ്. എന്നാലും റോഡ് കുഴപ്പമില്ല, ലൈറ്റ് എല്ലാം ഓക്കെയാണ്. രാത്രി അല്ല ചില ഹൈവേകളിൽ ലൈറ്റ് ഒന്നും ഇല്ലേ? ഇവിടെ എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തിരക്കുണ്ടല്ലേ? നല്ല തിരക്കാണ്. ഞങ്ങൾ എത്തുമെന്ന് പറഞ്ഞ സമയത്ത് എത്തുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരുമോ? അതിന്റെ ഇടയ്ക്ക് പിന്നെ എവിടെയെങ്കിലും നല്ല സ്ഥലം വല്ലതും ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. ഷാലുമോളെ ഒന്ന് നോക്കണം, വീടിന് മുമ്പ് വേറെ ഏതെങ്കിലും ഹോൾട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എന്ന് തപ്പണേ. വീടിന് മുമ്പ് വരുന്ന സ്ഥലം എവിടെയാ? അത് നോക്കിട്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. ഹോട്ടൽ വല്ലതും പെറ്റ് ഇവനത് അടിച്ചാലും മതിയല്ലോ. ചിലപ്പോ അവിടെ വീട് ഇനി എന്റെ ഫോണിലൊന്ന് നോക്കിക്കേ. 160 150 150 കിലോമീറ്റർ കാണും. 3 മണിക്കൂർ കൊണ്ട് എന്തത്തില്ല. ഇത് നല്ല തിരക്ക് പിടിച്ച ഇതാ. ചേട്ടാ ഇത് മുകളിൽ കൂടെ ആണല്ലോ അല്ലേ? ഇത് തിരക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. ഇപ്പൊ പകുതി വണ്ടി അതുവഴി പോയില്ലേ. നോക്കിക്കോണം, വഴിയൂടെ നോക്കിക്കോണം, അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. ഇതിനകത്ത് കൊണ്ടിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് നീ വന്നു കഴിഞ്ഞാൽ രാത്രിയിലെ യാത്ര. സോളാപൂർ വലിയ ടൗൺ ആണ്, വലിയ ഇതാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ബാംഗ്ലൂരൊക്കെ പോലെ ഒരു ചെറിയൊരു. ബാംഗ്ലൂർ പോലെ ഒന്നുമല്ല, അതിലും വലുതാ ചെറുതാ? നമ്മുടെ അവിടെ എന്താ പറയുന്നത്, കണ്ണൂര്. ഇവിടുന്ന് 3 മണിക്കൂർ കാണിക്കുന്ന. എത്ര കിലോമീറ്റർ? 158 ഉണ്ട്. 178 ഉണ്ട് പിന്നേട്ടാ. ആ, അപ്പൊ നമ്മൾ എത്തത്തില്ല. അതിന് മുമ്പുള്ള സ്ഥലം ഏതാ വരുന്നേ? 3 മണിക്കൂർ ആകുമ്പോ 9 മണി. ഡിമാർട്ട് ഉണ്ട് ഇവിടെ. ഡിമാർട്ട് കണ്ടു. അതെ. അപ്പൊ നമ്മള് വീട് വരെ എത്തില്ലേ? എത്തില്ല എന്ന് തോന്നുന്നു. 3 മണിക്കൂർ കാണിക്കുന്നു. 3 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് 9:30 കടുപ്പിച്ചാവും. ഇത്രയും വരെ നീണ്ടു പോണോ? നോക്കണം അത്. അതിന് മുമ്പ് എവിടെയെങ്കിലും കിട്ടുമോ നോക്കണം. എങ്കിൽ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ പിന്നെ വീട് ലക്ഷ്യമാക്കി പോയാൽ മതി. എന്റെ മുമ്പത്തെ എവിടെ വരുന്ന? എന്റെ മുമ്പത്തെ വീടിന് മുമ്പ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കേ ഷാലു. അപ്പുറത്ത് എന്താ കടലാ? അല്ലല്ല, ഇതാ എന്താ പറയുന്നേ, കൃഷിസ്ഥലവാ. കടലോ? കൃഷിസ്ഥലം. കടൽ പോലെയൊക്കെ തോന്നുന്നു. കൃഷിസ്ഥലം. അത് ഇരുട്ടായോണ്ട് അവിടെ കൃഷി എടുത്തിട്ട് പിന്നെ അങ്ങനെ കിടക്കുന്ന പറമ്പ്. താഴോട്ടാണ്. അല്ല മുകളിലോട്ട് തന്നെ. മുകളിൽ ചെന്നിട്ട് തിരിയുവാ ചെയ്യുന്നെ. ദൈവമേ ചതിക്കല്ലേ. ഞാൻ മുകളിലോട്ടാന്ന് പറയുകയും ചെയ്തു. ബാക്ക് എടുത്ത് പോകാൻ പറ്റുമോ? ഒത്തിരി ഉണ്ടോ? 100 മീറ്റർ. 100 മീറ്റർ ഞാൻ നോക്കണോ? ഇറങ്ങണോ? വേണ്ട. ഒത്തിരി റിവേഴ്സ് എടുക്കേണ്ടി വന്നല്ലേട്ടാ? ഒത്തിരി ദൂരം റിവേഴ്സ് എടുക്കേണ്ടി വന്നല്ലേ ആ വഴി തെറ്റിയത്? നോക്കണം, മാപ്പ് തിരിച്ചു വന്നില്ലെങ്കിൽ. ക്ലാസ് താത്തിയാണ് ഇട്ടിരിക്കുന്നേ. ഓ, അത് ഞാൻ അറിഞ്ഞില്ല ക്ലാസ് താത്തിയിട്ടുണ്ടെന്ന്. പക്ഷെ അത് 1 മിനിറ്റ് എവിടെയെങ്കിലും ഇതാണല്ലോ. വണ്ടി എങ്ങോട്ടാ ഇവര് മാപ്പുകാര്? ഇവിടെ തന്നെ. അതവിടെ ഓൺ ചെയ്യണ്ട മോനെ. അത് വെറുതെ കിടന്ന് ബാങ്കിൽ നിന്ന് വിളിക്കുന്നതാ. എനിക്ക് ഇത് തരാന്നും പറഞ്ഞോണ്ട്, എന്തോന്ന് പറഞ്ഞാ ക്രെഡിറ്റ് കാർഡ് തരാന്നും പറഞ്ഞോണ്ട്. ഇതിപ്പോ റോഡ് ഇങ്ങോട്ട് ശരിയാ, കറക്റ്റാ പോകുന്നേ. മറ്റേത് അവിടെ പോയി പിന്നെ ഈ ഇതുവഴിയേ കറങ്ങി വരണമായിരുന്നു. ഇനിയിപ്പോ ഇത് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാ മതി, ഇടത്തോട്ട് തിരിഞ്ഞാ മതി.
ഈ വണ്ടികളൊക്കെ പോയതുപോലെ തന്നെ Continue on National Highway 52 for 10 kilometers. Solapur SD Tollway Limited welcome you. അങ്ങനെ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയല്ലേ? അത് ചേട്ടായി കറക്റ്റ് പോകാൻ പോയതാ, ഞാനാ തെറ്റിച്ചത്. എനിക്ക് പക്ഷെ നോക്കിയപ്പം ഇതുണ്ടായിരുന്നു, സർവീസ് റോഡും അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു സൈഡിലെ. അപ്പൊ ഞാൻ വിചാരിച്ചു മുകളിൽ പോയിട്ടായിരിക്കും പാലം തിരിയുന്നതായിരിക്കും എന്ന് കരുതി, അതാ പറ്റിപ്പോയെ. അല്ല, എനിക്ക് ഡൗട്ട് എന്ന് പറഞ്ഞാൽ അവിടെ മുകളിൽ കേറിയിട്ട് ഉടനെ ആ മേപ്പ തിരിഞ്ഞു. നല്ല തിരിഞ്ഞല്ലേ, എൽ ടൈപ്പ് കട്ടിങ് കാണിച്ചു. അവിടെ കയറി കഴിഞ്ഞാൽ എൽ ടൈപ്പ് കട്ടിങ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട് വന്നത്. ഓ, എനിക്ക് അത്രേ ഓർമ്മ. ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം. ഇത് അതെനിക്ക് മനസ്സിലായില്ല. അപ്പൊ വളഞ്ഞേ പോവുള്ളൂ അല്ലേ? അങ്ങനെയാണ്. ശരിയല്ല. അതെ, അബദ്ധങ്ങളൊക്കെ പറ്റും. നമ്മുടെ 15 മിനിറ്റോളം അവിടെ വേസ്റ്റ് ആയി. അത് 10 മിനിറ്റ് പപ്പ കൂട്ടി പറഞ്ഞതാ. 15 മിനിറ്റ് വേസ്റ്റ് ആയി. ഓ, അത് ഞങ്ങൾ രണ്ടുപേരും സഹായിച്ചു റിവേഴ്സ് വരാൻ, അല്ലേ മക്കളെ? പിന്നെ നമുക്ക് മാത്രമല്ല, ആ ലോറിക്കാർക്ക് തെറ്റിയില്ലായിരുന്നോ? അവരൊരു ശകലം ദൂരം വന്നപ്പോ അവർക്ക് വെക്കുന്നത് ഇതായി. നമ്മള് വേഗം എടുക്കുന്നുണ്ടപ്പോ അവർക്ക് മനസ്സിലായി കാണും. ആ, ഇത് ഫുള്ള് പണിയാണെന്ന്. ഉണ്ടല്ലേ? വണ്ടിക്കകത്താവോ കേറി ഇത് വരുവോ? അല്ല, നമ്മളൊരു പ്രാവശ്യം ചെയ്തു, മറ്റേ പഴയ വണ്ടി ആയിരുന്നപ്പോഴല്ലേ ഇതുപോലെ രാവിലെ യാത്ര ചെയ്യുമ്പോ നമ്മള് ഹീറ്റ് ഓൺ ചെയ്തിട്ട് പോയിക്കൊണ്ടിരുന്നേ. ഹീറ്റർ ഓൺ ചെയ്തിടൂലായിരുന്നാ? പക്ഷെ ഈ നമുക്ക് ഇരുട്ടാണ്, പക്ഷെ ഇതിനകത്ത് മാപ്പിൽ കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് ചുറ്റും മറ്റേ ഇതാ കൃഷി സ്ഥലങ്ങളാ, പാടങ്ങളാ. പാടത്തിന്റെ നടുക്കൂടെ ഈ റോഡ് ഇത് പോയിരിക്കുന്നെ. റോഡിന്റെ രണ്ട് സൈഡ് ലൈറ്റ് അടിപൊളി കേട്ടോ. നല്ല രസമുണ്ടല്ലേ? അങ്ങനെ രാത്രിയായി. ഇനിയുള്ള വീഡിയോ എന്തോ കാണാൻ പറ്റും? ഒന്നും കാണാൻ പറ്റില്ല ഇരുട്ടത്ത്. ഇനി എവിടെ പോയി സ്റ്റേ ചെയ്യുന്നു അത് കാണാം, അതേ നടക്കുള്ളൂ തോന്നുന്നു. അങ്ങനെ നമ്മൾ വീടിന് മുമ്പായിട്ടല്ലേ, മുമ്പായിട്ട് നമ്മളിവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. നാളെ രാവിലെ ഉള്ളു യാത്ര. ഇനി പറ്റത്തില്ല, പക്ഷെ നല്ല ക്ഷീണമായി. അപ്പം ഇനി ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.